ഈ മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്, നമുക്കിന്ന് അത് പുഴുങ്ങിയാലോ. അതിന് മുന്നേ ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് അരിമാവ്, 1/2 കപ്പ് മൈദ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ റവ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാറ്റി വെച്ചു. പിന്നെ മിക്സിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും കൂടെ ഇട്ട് അടിച്ചു. അതിനോടൊപ്പം തന്നെ ഒരു വലിയ പഴവും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്യിൽ കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പോളം ശർക്കര, അത് വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. ഈ ശർക്കര പാനിയും അതുപോലെ തന്നെ നെയ്യിൽ വറുത്ത തേങ്ങയും ബാക്കി മിക്സ് എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് നല്ല പരുവത്തിലാക്കി 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിലിട്ട് പൊരിച്ചെടുത്തത്. അടുത്തത് മധുരക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയും. അപ്പോൾ അതിനെ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഉപ്പും ചേർത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല കളറുള്ള മധുരക്കിഴങ്ങാണ്. അതിനെ ചമ്മന്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെപ്പറിനെ ക്രഷ് ചെയ്തെടുക്കുക, കുറച്ച് ഉപ്പും ചേർത്ത് എണ്ണയും ചേർത്തിട്ട് എടുക്കുക. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ പഴം എടുത്തിട്ടുണ്ട്. ഇന്ന് മസാല പഴംപൊരിയാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദ, കുറച്ച് അരിപ്പൊടി, പിന്നെ കറിവേപ്പില, മല്ലിയില, പച്ചമുളക്, കുറച്ച് മുളക് പൊടി എന്നിവയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. പിന്നെ അത് മാവിൽ മുക്കി പൊരിക്കുകയാണ്. നല്ലതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. കഴിക്കാനുള്ള ടൈമായി. നമുക്ക് ആദ്യം സ്വീറ്റ് പൊട്ടാറ്റോ നോക്കാം. മധുരക്കിഴങ്ങെന്ന് പറയുമ്പോൾ ആ തൊലി പൊളിക്കുമ്പോൾ തന്നെ മനസ്സിലായില്ല, നല്ല വെന്തിട്ടുണ്ട്. ആ കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സൂപ്പറാണ്. അടുത്തത് പഴംപൊരി, മസാല പഴംപൊരി. ഓരോ ബൈറ്റിലും നമുക്ക് മുളകിൻ്റെ ടേസ്റ്റും എല്ലാം കിട്ടും. ഭയങ്കര രസമാണ്. അടുത്തതാണ് സ്പെഷ്യൽ ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം എന്ന് വെച്ചാൽ ഇത്രയും സോഫ്റ്റും ടേസ്റ്റും സൂപ്പർ.